നിർമ്മാതാവ് മുരളി കുന്നുംപുറത്തിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി സുമതി വളവ് ചിത്രത്തിന്റെ സംവിധായകനും തിരക്കഥാകൃത്തും. സിനിമ നഷ്ടമാണെന്ന് ആരോപിക്കുന്ന നിർമ്മാതാവ് ചിത്രത്തിന്റെ കണക്ക് പുറത്തുവിടണമെന്ന് തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള ആവശ്യപ്പെട്ടു. ചിത്രത്തിന്റെ നിർമ്മാണത്തിന് വലിയ ചിലവ് വരുമെന്ന് നേരത്തെ മുരളി കുന്നുംപുറത്തിനെ അറിയിച്ചിരുന്നതാണ്. നിർമ്മാതാവ് സിനിമയിൽ അഭിനയിച്ച പലർക്കും പ്രതിഫലം നൽകിയിട്ടില്ല എന്നും ഇവർ ആരോപിച്ചു. സുമതി വളവ് ചിത്രത്തിന്റെ നിർമ്മാണത്തിലൂടെ തനിക്ക് 7 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായെന്ന നിർമ്മാതാവ് മുരളി കുന്നുംപുറത്തിന്റെ ആരോപണങ്ങളിലാണ് വിശദീകരണവുമായി സംവിധായകനും തിരക്കഥാകൃത്തും രംഗത്തെത്തിയത്. കഴിഞ്ഞ 2 ദിവസമായി വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് തങ്ങൾ നേരിടുന്നത്. ഇനിയും വിഷയത്തിൽ വിശദീകരണം നൽകിയില്ലെങ്കിൽ അത് തങ്ങളുടെ കുടുംബത്തെയും കരിയറിനെയും ബാധിക്കുമെന്ന് തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള പറഞ്ഞു. മാളികപ്പുറം സിനിമയുടെ വിജയത്തിന് ശേഷം അടുത്ത സിനിമ നിർമ്മിക്കാൻ മുരളി കുന്നുംപുറം തങ്ങളെ സമീപിക്കുകയായിരുന്നു. മുരളിയുമായി നടത്തിയ ചർച്ചയിൽ മറ്റൊരു ചിത്രത്തിന്റെ കഥ പറഞ്ഞെങ്കിലും സുമതി വളവ് നിർമ്മിക്കാൻ മുരളി കുന്നുംപുറം തയ്യാറാവുകയായിരുന്നു. സിനിമയുടെ നിർമ്മാണത്തിന് 15 കോടിയോളം രൂപ ചെലവ് വരുമെന്ന് മുരളി കുന്നുംപുറത്തിനോട് അന്നേ പറഞ്ഞിരുന്നു. എന്നാൽ തനിക്ക് പണം ലഭിക്കാനുണ്ടെന്നും സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കാനും മുരളിയാണ് നിർദ്ദേശിച്ചതെന്ന് അഭിലാഷ് പിള്ള പറഞ്ഞു. ഈ ഷൂട്ട് തുടങ്ങുന്നതിന്റെ ഒരു 6-7 മാസം മുന്നേ കൊച്ചിയിൽ ഒരു വലിയ ഫംഗ്ഷൻ വെച്ചിരുന്നു. ആ ലോഞ്ച് എന്ന് വെച്ചതുപോലും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രൊജക്ട് വരുന്നുണ്ടെന്ന് പബ്ലിക്കിനെ അറിയിക്കണമെന്നും അതുവഴി അദ്ദേഹത്തിന് ഇൻവെസ്റ്റേഴ്സിനെ കിട്ടുമെന്നും പറഞ്ഞിട്ട് തന്നെയാണ് അന്ന് ആ ലോഞ്ച് വെച്ചത്. ആ ലോഞ്ചിൽ പോലും ഞാനും വിഷ്ണുവും അടക്കമുള്ള എല്ലാവരും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു വലിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമയാണ്. അർജുൻ അശോകന്റെ കരിയറിൽ തന്നെ ഏറ്റവും ബഡ്ജറ്റിൽ വരുന്ന സിനിമയാണ്. ഒരു നമ്പർ ഓഫ് ഡേയ്സ് പോലും അധികമാവുന്ന ഒരു സിനിമയാണെന്ന് പറഞ്ഞതിന് ശേഷം ഒരു 6 മാസത്തോളം ഇതിന്റെ പ്രീ പ്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്നു. ഈ സിനിമ തീരുമാനിക്കുന്നു, ഇത് ബാക്കി ആർട്ടിസ്റ്റുകളൊക്കെ തീരുമാനിക്കുന്നു. ആ സമയത്താണ് ഒരു ഷൂട്ടിംഗ് തുടങ്ങാൻ കുറച്ച് ദിവസങ്ങൾ മുന്നേ അദ്ദേഹം പറയുന്നത് എൻ്റെ അക്കൗണ്ടിൽ 25 ലക്ഷം രൂപ പൈസ ഉള്ളതെന്ന് പറയുന്നു. ഇദ്ദേഹത്തിനോട് ബാധിച്ച ഒരുപാട് പേര് വിളിച്ചിട്ട് ഇദ്ദേഹത്തിനോട് പണം ചെയ്യില്ലെന്ന് ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ പോലും കുഴപ്പമില്ല, മുരളിച്ചനോട് പണം ചെയ്യാം. കാരണം അദ്ദേഹം അത്ര ഡീസൻ്റായിട്ടാണ് ഞങ്ങൾക്ക് ബിഹേവ് ചെയ്തിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു മൂത്ത ചേട്ടനെ പോലെ, നമ്മുടെ ഒരു ഫാമിലി മെമ്പറെ പോലെ തന്നെയാണ് അദ്ദേഹം നിന്നിട്ടുള്ളത്. ആത്മഹത്യയുടെ വക്കീലാണെന്ന് മുരളി കുന്നുംപുറം പറയുന്ന വീഡിയോ വന്ന അന്ന് തന്നെ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അബദ്ധം പറ്റിയതാണെന്ന് അദ്ദേഹം പറഞ്ഞുവെന്നും അഭിലാഷ് പിള്ള പറഞ്ഞു. സംവിധാനം അറിയാത്ത ആളാണ് വിഷ്ണു ശശിശങ്കർ എന്നാണ് മുരളി ആരോപിക്കുന്നത്. എന്നാൽ സുമതി വളവിന്റെ 2ാം ഭാഗം സംവിധാനം ചെയ്യാൻ മുരളി വിളിച്ചിരുന്നുവെന്നും വിഷ്ണു ശശിശങ്കർ പറഞ്ഞു. പിന്നെ എനിക്ക് സംവിധാനം അറിയില്ല എന്നുള്ളൊരു പ്രസ്താവന. പിന്നെ എന്തിനാണ് ചേട്ടാ എന്നെ സുമതി വളവ് സെക്കൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ വിളിക്കുന്നത്? ഇത് എന്തിനാണ്? സുമതി വളവ് മാത്രമല്ല, സെക്കൻഡ് അല്ല, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കഥയായിട്ട് ഒരു ഐഡിയ പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചു വരുത്തി. എന്നെയും ആ സുഹൃത്തിനും അദ്ദേഹത്തിൻ്റെ വൈറ്റ്ലയിൽ ഉണ്ടായ ഒരു ഓഫീസുണ്ട്, അവിടെ വെച്ചിട്ട് എനിക്ക് അദ്ദേഹം ഒരു അഡ്വാൻസ് തരികയും ചെയ്തു. മുരളി കുന്നുംപുറം ഉന്നയിച്ച ആരോപണങ്ങളിൽ ഫെഫ്ക അടക്കമുള്ള സിനിമാ സംഘടനകൾക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും അഭിലാഷ് പിള്ള വ്യക്തമാക്കി. അമൃത ന്യൂസ്, കൊച്ചി.